ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചായക്കടകളിലൊക്കെ കിട്ടുന്ന പഴയകാല പലഹാരമായ മോദകമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് വൺ പെയർ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ വൺ പയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുപയർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയർ എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും പയർ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കുക്കറിൽ വെച്ചൊരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് കുതിർത്തിയിട്ട് വേവിക്കണമെങ്കിലും ആകാം. ഞാൻ ഇപ്പോൾ കുതിർക്കൊന്നും ചെയ്യാതെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പൊന്നും ചേർക്കാതെ വെറുതെയാണ് വേവിച്ചെടുക്കുന്നത്. ഈ 1 ഗ്ലാസ് പയറിന് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നത്. കുറച്ച് വേവ് കൂടുതലാണ്, എന്നാൽ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടേ, ഇതുപോലെ കുക്കറിലാകുമ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് ഒരു പാനിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നല്ലതുപോലെ മധുരം പിടിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ശർക്കര പാനി കാച്ചിയതാണ് കേട്ടോ. ശർക്കര പാനി കാച്ചി അരിച്ച് വെച്ചതാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചീകിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. പക്ഷെ നല്ലതുപോലെ പിടിച്ച് നല്ല അലിഞ്ഞ് വരുന്ന രീതിയിലത്തെ മോദകമാണ് തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഇതിന് കുറച്ച് തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 ഏലയ്ക്ക ഒന്ന് ചതച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാകും. ഇതിപ്പോൾ നല്ല അലിഞ്ഞ് വരുന്ന രൂപത്തിൽ നമുക്കിത് ആക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു മീഡിയം ലെവലിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഈ തേങ്ങയിലും പയറിലും ഈ ശർക്കര മൊത്തത്തിൽ പിടിച്ച് നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ അത് ആ സമയം കിടക്കട്ടെ. ആ സമയത്തിന് മറ്റൊരു പാത്രത്തിലോട്ട് 1 കപ്പ് മൈദാമാവും ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പുട്ടിന് ഇടിയപ്പത്തിന് എടുക്കണം, അതുകൂടി ചേർത്ത് കൊടുക്കുക. ചെറിയൊരു കളറിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ രീതിയിൽ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, ചെറുതായിട്ട് നമ്മളത് കഴിക്കുമ്പോൾ ചെറിയൊരു ഉപ്പ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഇതിലോട്ട് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒട്ടും തന്നെ കൂടി പോയത് ദോശയുടെ മാവിൻ്റെ പരുവമല്ല, ഇഡ്ഡലിക്ക് നമ്മൾ കുറച്ചുകൂടെ കട്ടിക്കാണല്ലോ എടുക്കുന്നത്, ആ പരുവത്തിന് വേണം എടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, മാവിൽ ഒട്ടും തന്നെ വെള്ളം കൂടി പോകാതെ നല്ല ഇഡലിക്കുള്ള പരുവത്തിന് കട്ടിക്ക് തന്നെ കലക്കിയെടുക്കണം. ഈ സമയത്തിൽ ഞാൻ പയർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കുറച്ചൊന്ന് കുഴഞ്ഞ് വരണം. അപ്പോൾ നല്ലതുപോലെ ശർക്കര പാനി നമ്മുടെ ഈ പയറിലും തേങ്ങയിലും ഒക്കെ പിടിച്ച് കിട്ടണം. അപ്പോൾ നമ്മുടെ തൻ്റെ മാവ് കലക്കിയ പരുവം ഇതാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു എത്രയ്ക്കും കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്, ഇത്ര കട്ടി തന്നെ വേണം. ചെറിയതായിട്ട് തൊട്ടാൽ ഒരു ഉപ്പുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ അതാ ഞാൻ കരണ്ടിയിൽ ഇതുപോലെ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് പരുവം, നമ്മുടെ ഇഡലിക്കുള്ള പരുവമാണ്. അപ്പോൾ ദാണ്ടേ ഇത് ഇത്തിരി കൂടെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അല്ല, കുറച്ചുകൂടി വറ്റണം, നമുക്ക് ഉരുള പിടിച്ചെടുക്കണം. പിന്നെ ഇതിപ്പോൾ പയറായത് കാരണം കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഉറഞ്ഞു കിട്ടും. പക്ഷേ അത് ഉറഞ്ഞു കിട്ടിയ നമ്മൾ വിരവി എടുക്കുന്നത് പോലെയല്ല, ഇതിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് അതിൽ ശർക്കര പാനി മൊത്തം പിടിച്ച് കിട്ടുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നല്ല അലിഞ്ഞിട്ടാണ് ഇതിലോട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത്. അല്ല നമ്മൾ ചീകി ഇട്ടിട്ടാണെങ്കിൽ അതിനത്രയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ദാണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് നല്ല മുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട് ഇത്രയും വെള്ളം എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഉരുള പിടിച്ചെടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദാണ്ട് ചൂടാറിയിട്ടുണ്ട്. ദാണ്ട് ഇതുപോലെ ചെറുതായിട്ടാണ് ഞാൻ ഉരുള പിടിക്കുന്നത്. കുറച്ച് വലുതായിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു 2-3 എണ്ണമൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചെടുക്കുമ്പോൾ കൈ നമുക്ക് നല്ലതുപോലെ ഒട്ടും. അപ്പോൾ ഒട്ടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. ദാണ്ട് ഇതുപോലെ ചെറുതായിട്ടാണ് ഞാൻ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്, ഇഷ്ടമുള്ള എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ മാവിലോട്ടൊന്ന് മുക്കി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മുടെ സുഖിയൻ മോദകം, അപ്പോൾ നമ്മുടെ നാട്ടിൽ മോദകം എന്നാണ് ഇതിനെ കൂടുതലും പറയുന്നത് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടേതായ രീതിയിൽ കൂടെ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് തയ്യാറാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ നാട്ടിൽ സുഖിയൻ എന്നാണോ മോദകം എന്നാണോ പറയുന്നത്? അപ്പോൾ ഞങ്ങളിവിടെ ട്രിവാൻഡ്രം മോദകം എന്നാണ് കൂടുതലും ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ ചില വീഡിയോസിൽ മാത്രമാണ് സുഖിയൻ എന്നൊക്കെ കേട്ടത്. അപ്പോൾ നമ്മളിവിടെയും സുഖിയൻ എന്ന് പറയുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ അവിടെ ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കുക. തമ്മിൽ ഒട്ടി പിടിക്കാത്ത രൂപത്തിൽ ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കുക. പക്ഷേ അത് അധികം ഒട്ടിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ മുരിങ്ങും കിട്ടും, മറിച്ചു വിട്ട് കൊടുക്കാം. വേഗം നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അങ്ങനെ ഞാൻ എന്തായാലും ഒരു മീഡിയം ലെവലിൽ തന്നെ വെച്ച് കൊടുത്തു, ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചില്ല. മാവ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിങ്ങയൊക്കെ കിട്ടണമല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മുടെ ശർക്കരയിലോട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് അടിക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ മീഡിയം ലെവലിൽ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ദാണ്ട് മുരിഞ്ഞ് കിട്ടി. ഞാൻ ദാണ്ട് ചെറിയ സ്പൂൺ കൊണ്ട് ഒന്ന് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതിയാകും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഇതുപോലത്തെ ഒത്തിരി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ എനിക്ക് 2 സ്റ്റെപ്പിനാണ് ഇത് ചെയ്യാൻ വേണ്ടി വന്നത്. പിന്നെ ഞാൻ വലിയതായിട്ടൊന്നും എടുത്തിട്ടില്ല, നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് വലിയതായിട്ടൊന്നും എടുത്തില്ല. ചെറുതായിട്ട് തന്നെയാണ് ഞാൻ ദാണ്ട് ഇതുപോലെ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ചായക്കട സ്പെഷ്യൽ മോദകം കഴിഞ്ഞു. ഇനി നമുക്ക് വാഴയ്ക്കപ്പം. അപ്പോൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിയോടുള്ള വാഴയ്ക്കപ്പം നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കിയാലും വാഴയ്ക്കപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ചൂട് വാഴയ്ക്കപ്പം എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലോട്ട് ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ചെറിയ ടേബിൾ സ്പൂണിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരം താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനിപ്പോൾ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം സോഡാപ്പൊടി, അപ്പോൾ ഒരു കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലേശം സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചെറിയ അളവിൽ മതി. മഞ്ഞപ്പൊടിയും സോഡാപ്പൊടിയും അളവ് നോക്കി, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കളർ, ഒരു ചുമന്ന കളറൊക്കെ വരും. എനിക്ക് എന്തായാലും ആ മഞ്ഞപ്പൊടിയും സോഡാപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ആയപ്പോൾ ചെറിയൊരു ചുമന്ന കളർ വന്നിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ അപ്പോഴപ്പോഴായിട്ടും വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ഇത് ചേർക്കാൻ വേണ്ടി ഇത് ഇത്രയായിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി കൂടെ ഒരു വെള്ളത്തിൻ്റെ അളവ് ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നിങ്ങൾ സ്പൂൺ വെച്ച് ചെയ്താലും മതിയാകും. പിന്നെ ഞാൻ എന്താ പഴമൊക്കെ തണ്ട് ഒരു പഴത്തിനെ 2 ആക്കി ഇതുപോലെ ആക്കിയിട്ട് 3 ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിന് കുറച്ചുകൂടി നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഇടാനും എടുക്കാനൊക്കെ എളുപ്പത്തിന് ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പഴം 2 ആക്കിയതിന് ശേഷം ഇതുപോലെ 3 ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പഴം ആക്കിയെടുക്കുക. ചെറുതായിട്ട് ചരിച്ച് കട്ട് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഇനി നമുക്ക് എണ്ണ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം. വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ എണ്ണയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ മാവിലൊന്ന് നല്ലതുപോലെ മുക്കിയിട്ട് അങ്ങനെ നമ്മുടെ വാഴയ്ക്കപ്പം എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ ഫ്ലെയിം ഒരു മീഡിയം ലെവലിലോട്ട് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് കുറച്ചെടുക്കുക, അല്ലെങ്കിൽ വേഗം തന്നെ കരിഞ്ഞ് മുരിഞ്ഞൊക്കെ പോകും. ഒന്ന് ചെറുതായിട്ട് മാവൊന്ന് വെന്തതിന് ശേഷം ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് പഴംപൊരി എന്നാണോ പറയുന്നത്, വാഴയ്ക്കപ്പം എന്നാണോ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിവിടെ ട്രിവാൻഡ്രംകാർ വാഴയ്ക്കപ്പം എന്നാണ് കൂടുതലും പറയാറ്. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയതാണ്. അപ്പോൾ നോമ്പ് സമയങ്ങളിൽ ഇടയ്ക്കൊരു ദിവസമൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ. നോമ്പ് സമയങ്ങളിൽ നമ്മൾ സ്നാക്സ് തയ്യാറാക്കാൻ കുറച്ച് ലേറ്റ് ആവണതിൻ്റെ അന്ന് ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം ഇടയ്ക്കെങ്കിലും. അപ്പോൾ എപ്പോഴും നമുക്ക് എരിവുള്ള സ്നാക്സ് തന്നെ തയ്യാറാക്കണമെന്നില്ല. അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ ഏതാണ്ടായിട്ടുണ്ട്. 2 ബാച്ചാണ് എനിക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടുള്ളത്. ഒരു 3 പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പഴത്തിനെ ഞാനിപ്പോൾ 6 പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.